ചോദ്യം ചോദിക്കുന്നവന്റെ നാവരിയുന്ന കാലമാണിത്. അതുമല്ലെങ്കിൽ ചോദ്യം കേൾക്കുമ്പോൾ വിരളി പിടിച്ചോടുന്ന ഭരണാധികാരികളുടെ കാലമെന്നും പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: SDPI പിന്തുണയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു കേരളത്തിന്റെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിക്കാൻ. മൈക്ക് ഓഫ് ചെയ്ത് മുഖവും കറുപ്പിച്ച് മറുപടി പറയാതെ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കൊല്ലത്ത് കണ്ടത്. പക്ഷേ നാടകം അവിടെ അവസാനിച്ചില്ല. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നിഴലായി നിൽക്കുന്ന പ്രസ് സെക്രട്ടറിയുടെ മകൻ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി കൊലവിളി നടത്തുന്നു. നമുക്കൊന്ന് കാണണം, കേസ് വന്നാലും കുഴപ്പമില്ല എന്ന് അമൽ മനോജ് പറയുമ്പോൾ അത് വെറുമൊരു പോസ്റ്റ് അല്ല, അത് കണ്ണൂർ മോഡൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ആവർത്തനത്തിനുള്ള പരസ്യമായ ആഹ്വാനമാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് നാണമില്ലേ ചോദ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടാൻ? എന്തിനാണ് താങ്കൾ ഇത്രയധികം ഭയപ്പെടുന്നത്? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ അടിമകളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതങ്ങ് ദേശാഭിമാനിയും കൈരളിയും മാത്രം. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ശാരീരികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സൈബർ ഗുണ്ടകളെ വളർത്തുന്നത് താങ്കളുടെ തണലിലാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. ചോദ്യങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചും അസഹിഷ്ണുതയുടെ പാരമ്യത്തിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന CPM സൈബർ സംഘത്തെക്കുറിച്ചും. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാധ്യമ വേട്ടയുടെ പുതിയ അധ്യായമാണിത്. നമുക്ക് വിശദമായി പരിശോധിക്കാം. കൊല്ലത്ത് നടന്ന ആ വാർത്താ സമ്മേളനം ഒന്ന് വിശകലനം ചെയ്യാം. ഏകദേശം 3/4 മണിക്കൂറോളം മുഖ്യമന്ത്രി തന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ ഓരോന്നായി എണ്ണമിട്ട് തള്ളി മറയ്ക്കുകയായിരുന്നു. പിണറായി വിജയന്റെ പതിവ് ശൈലിയാണത്. ആരും തിരിച്ചു ചോദിക്കാത്ത, താൻ മാത്രം സംസാരിക്കുന്ന ഒരിടം അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്താൻ ഒരുങ്ങിയപ്പോഴാണ് യഥാർത്ഥ ചോദ്യങ്ങൾ ഉയർന്നത്. റിപ്പോർട്ടർ TVയിലെ റിപ്പോർട്ടർ AV ജയശങ്കർ ചോദിച്ചത് കേവലം ഒരു രാഷ്ട്രീയ ചോദ്യം ആയിരുന്നില്ല, മറിച്ച് കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചായിരുന്നു. SDPI എന്ന വർഗീയ സംഘടനയുടെ പിന്തുണ CPM സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഇതിനു മുമ്പ് തിരൂരിൽ ഇതേ ചോദ്യം വന്നപ്പോഴും മുഖ്യമന്ത്രി ക്ഷുഭിതനായിരുന്നു. കൊല്ലത്തും അത് ആവർത്തിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റു ചില മാധ്യമ പ്രവർത്തകരുടെ നിലപാടാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റു ചോദ്യങ്ങളുമായി ഇടയിൽ കയറുന്ന പാർട്ടി ചാനലുകളിലെ റിപ്പോർട്ടർമാർ, അതായത് ദേശാഭിമാനിയും കൈരളിയും. ഇത് ജനാധിപത്യത്തിന് എത്ര വലിയ അപമാനമാണ്! ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ അതിനെ തടയാൻ സഹപ്രവർത്തകർ തന്നെ ശ്രമിക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ മാധ്യമരംഗം എത്രത്തോളം ജീർണിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒടുവിൽ ചോദ്യത്തിന് മറുപടി നൽകാതെ മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന മുഖ്യമന്ത്രിയോട് ഇത് ശരിയല്ല CMA എന്ന് ജയശങ്കർ വിളിച്ചു പറഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് തന്റെ മുഖ്യമന്ത്രിയോട് പറയാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ പ്രതിഷേധമായിരുന്നു അത്. പക്ഷേ അധികാരം തലക്കി പിടിച്ച ഒരാൾക്ക് ആ വിളി സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തിരികെ വന്ന് മൈക്കിലൂടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നാണ്. അതേ CMA മാധ്യമ പ്രവർത്തകർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അത് സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ഞങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണാണ്. നിങ്ങളുടെ സ്തുതിപാഠകർ പറയുന്നത് മാത്രം കേൾക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം? മുഖ്യമന്ത്രി സ്റ്റേജ് വിട്ടതിന് പിന്നാലെയാണ് അടുത്ത നാടകം അരങ്ങേറിയത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകൻ അമൽ മനോജ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയ സുഹൃത്തെ, കേസ് വന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കാണണം. ഈ വരികൾ വെറും ഒരു വൈകാരിക പ്രതികരണമല്ല, കണ്ണൂരിലെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർക്കറിയാം. നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന്. അത് നേരിട്ടുള്ള ഒരു ശാരീരിക ഭീഷണിയാണ്. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ കൈകാര്യം ചെയ്യുമെന്ന പരസ്യമായ വെല്ലുവിളിയാണ്. ആരാണ് ഈ അമൽ മനോജ്? മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വൃത്തത്തിലുള്ള PM മനോജിന്റെ മകൻ. മനോജിന്റെ സഹോദരൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതും ഇതിനോട് ചേർത്ത് വായിക്കണം. അക്രമത്തിന്റെ ചരിത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഭരണത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ തണലിൽ നിന്ന് ഇത്തരമൊരു ഭീഷണി ഉയരുമ്പോൾ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന കൊലവിളിയാണ്. എന്തുകൊണ്ടാണ് പോലീസോ മുഖ്യമന്ത്രിയോ ഇതിനെതിരെ നടപടി എടുക്കാത്തത്? കാരണം ആഭ്യന്തരം ആരുടെ കയ്യിലാണ്? കേരളം ഭരിക്കുന്നത് ആരാണ്? ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ടീംസാണ്. ഒരു സാധാരണക്കാരനാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അകത്തായേനെ. കയ്യിൽ ചെങ്കൊടി ഉണ്ടെങ്കിൽ ഇവിടെ എന്തുമാകാം. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഭീഷണികൾക്ക് ഇവിടെ നിയമം ബാധകമില്ലേ? ഇടതുപക്ഷ ഭീകരത എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. എതിർക്കുന്നവരെ ശാരീരികമായി ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഈ രീതി ഫാസിസത്തിൻ്റെതാണ്. ഇടതുപക്ഷത്തിന്റെ സൈബർ വിഭാഗം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അക്രമ സംഘമായി മാറിയിരിക്കുന്നു. അതിനെ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശമ്പളം പറ്റുന്നവർ മുതൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ളവർ വരെ ഇതിൽ പങ്കാളികളാണ്. ജയശങ്കർ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ, കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്ന
കമന്റുകൾ, അശ്ലീല വർഷങ്ങൾ, ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന പുരോഗമനം? ചോദ്യങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാത്തവർ അസഭ്യം പറയും, അറിവ് കൊണ്ട് നേരിടാൻ കഴിയാത്തവർ ആയുധമെടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭരണ തുടർച്ച ലഭിച്ചതോടെ തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലെന്നൊരു മിഥ്യാധാരണ ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾക്കുണ്ട്. ഈ സൈബർ വിരട്ടലുകൾ കൊണ്ട് സത്യം മൂടിവെക്കാൻ കഴിയില്ലെന്ന് ഇവർ എന്നാണ് തിരിച്ചറിയുക? ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും മോദി ഭരണകൂടം മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നതിനെ കുറിച്ചും ഡൽഹിയിൽ ചെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് CPM-ന്റെ നേതാക്കൾ. യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ ഇവന്മാരല്ലേ? പ്രസ് ഫ്രീഡം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇവരാണ്. പക്ഷെ കേരളത്തിൽ എത്തുമ്പോൾ ഇവരുടെ വേഷം മാറും. മോദി മാധ്യമങ്ങൾ കാണുന്നില്ല എന്ന് വിമർശിക്കുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഇറങ്ങിപ്പോകുന്നു, ചീത്ത വിളിക്കുന്നു, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. ഇതൊക്കെയല്ലേ ഇദ്ദേഹത്തിന്റെ ശീലം. കേന്ദ്ര സർക്കാർ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു എന്ന് പറയുന്നവർ കേരളത്തിൽ റിപ്പോർട്ടർമാർക്കെതിരെയും ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേസുകൾ ചമയ്ക്കുന്നു. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഡൽഹിയിൽ നിങ്ങൾ ഇരകളാകുന്നു, കേരളത്തിൽ നിങ്ങൾ വേട്ടക്കാരാകുന്നു. ചോദ്യങ്ങളെ ഭയക്കുന്ന കാര്യത്തിൽ പിണറായിയോളം തരം താഴ്ന്ന മറ്റൊരു നേതാവുണ്ടോ? സ്വന്തം മകളുടെ പേര് ഉയരുമ്പോൾ, സ്വർണ്ണക്കടത്ത് കേസ് ഉയരുമ്പോൾ, സ്വർണ്ണ കൊള്ള ഉയരുമ്പോൾ, വർഗീയ സംഘടനകളുമായുള്ള ബന്ധം ഉയരുമ്പോൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരി വിറളി പിടിക്കുന്നത് എന്തിനാണ്? മറുപടി പറയാൻ തന്റെ ഇടമില്ലാത്തവർ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? കേരളത്തിൽ ഇന്ന് വീശിയടിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. SDPI പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യം ഇത്രയധികം മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അത്തരം രഹസ്യ ബന്ധങ്ങൾ പുറത്തു വരുന്നത് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമല്ലോ. അവർ ഒരു വശത്ത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നു, മറ്റൊരു വശത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പൊളിച്ചെടുങ്ങില്ലേ? മുണ്ടക്കൈ ദുരിതത്തിലെ സഹായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി നൽകുന്ന മുഖ്യമന്ത്രി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്നു. ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇടതിന് ഹാട്രിക് വിജയം ലഭിച്ചാൽ എന്ന് അമൽ മനോജ് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത തവണയും അധികാരം കിട്ടിയാൽ കേരളത്തെ ഞങ്ങളൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ആക്കുമെന്നല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും പൂർണ്ണമായും തകർക്കപ്പെടുന്ന ഒരു കാലത്തെയാണ് കേരളം ഭയപ്പെടുന്നത്. പോലീസിനെ ഉപയോഗിച്ച് കേസെടുപ്പിക്കുക, അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുക, ഇതില്ലാതെ മറ്റൊരു വികസനവും ഈ സർക്കാരിന് അവകാശപ്പെടാനില്ല. എന്തായാലും പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് മാധ്യമങ്ങൾ ശരിക്കും കാണുന്നത്? നിങ്ങളുടെ പ്രസംഗം കേൾപ്പിക്കാൻ മാത്രമാണോ? പ്രസംഗമല്ല, നോക്കി വായിക്കൽ കാണിക്കാൻ മാത്രമാണോ? എങ്കിൽ അത് ആകാശവാണി വഴി ചെയ്താൽ പോരെ? ചോദ്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിയർക്കുന്നത്? നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ മക്കൾ മാധ്യമ പ്രവർത്തകരെ കൊലവിളി നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഈ ഒളിച്ചോട്ടം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നിങ്ങൾ എത്രയൊക്കെ മൈക്ക് ഓഫ് ചെയ്താലും ജനങ്ങളുടെ മനസ്സിലെ മൈക്കുകൾ ഇപ്പോഴും ഓണാണ്. അവിടെ നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര ഓടി ഒളിച്ചിട്ട് ഒരു കാര്യമില്ല. ഭരണകൂട ഭീകരതയെ കൊണ്ട് ഒരു ജനതയെ മുഴുവൻ നിശബ്ദരാക്കാം എന്ന് കരുതരുത്. മാധ്യമ പ്രവർത്തകർ AV ജയശങ്കർ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ഇത് ശരിയല്ല എന്ന് പറയാൻ കാണിച്ച ആ ആർജവം അഭിനന്ദനാർഹമാണ്. ഇത്തരം ധീരമായ നിലപാടുകളാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഇടതുപക്ഷ ഭീകരതയും സൈബർ ഗുണ്ടായിസവും ഒരു പരിധിവരെ മാത്രമേ വിജയിക്കൂ. ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാൻ ശ്രമിക്കുന്തോറും സത്യം കൂടുതൽ ഉച്ചത്തിൽ ഇങ്ങനെ പുറത്തു വരും. കണ്ണൂരിലെ രാഷ്ട്രീയ ശൈലി കേരളം മുഴുവൻ നടപ്പിലാക്കാമെന്ന് ആരും മോഹിക്കേണ്ട. കേരളം ഒരു ജനാധിപത്യ ബോധമുള്ള നാടാണ്. ഇവിടെ ചോദ്യങ്ങൾ ഇനിയും ഉയരും. മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക്, ചോദ്യങ്ങളിൽ നിന്ന് എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോടും? അതിന് എത്ര കാലം നിങ്ങൾക്ക് സാധിക്കും? ചരിത്രത്തിൽ ചോദ്യങ്ങളെ ഭയന്ന ഒരു ഭരണാധികാരിയും വിജയിച്ചിട്ടില്ല. അധികാരം എന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അനീതികൾ കാലം അടയാളപ്പെടുത്തും. ജനാധിപത്യം സംരക്ഷിക്കാൻ, മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി എന്തായാലും നിൽക്കാം. സൈബർ വിരട്ടലുകൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ജയശങ്കർ ഇനിയും ഉണ്ടാകട്ടെ. ജനാധിപത്യം പുലരട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.